التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറിൻ്റെ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒരു ഫിയാൽ മുദാരിഅന് ജസ്മ് ചെയ്യുന്ന അദാത്തുകളെ കുറിച്ചാണ്. അത് നമ്മൾ ലമ്മയെക്കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി വയുജ്സമു ഐദൻ, വീണ്ടും ഫിയാൽ മുദാരിഅന് ജസ്മ് ചെയ്യപ്പെടും ബില്ലാമി, ലാമ് കൊണ്ടും വലത്തൊലബിയത്തൈനി, രണ്ടും ലാമ് കൊണ്ടും ലാ എന്ന് പറഞ്ഞാൽ ലന്നാഹിയെ കൊണ്ടും രണ്ടും തലബിനെ അറിയിക്കുന്നതാണ്. അതാണ് തൊലബിയത്തേനി എന്ന് പറഞ്ഞത്. ഐ അദ്ദാലത്തേനി ആള തൊലബി, തൊലബിൻ്റെ മേൽ അറിയിക്കുന്നതായ ലന്നാഹിയെയും ലാമുൽ അംർ ഇവ രണ്ടും ഈ ദുആന്റെ മാനയെ ഉൾക്കൊള്ളും. അതാണ് മുസന്നിഫ് ഇവിടെ പറയുന്നത്. ഷാരിഹ അവിടെ കുറിച്ചിട്ടുണ്ട്. വഹുവാദി യശ്മലു ലാമൽ അംരി, അമ്രിൻ്റെ ലാമിനെ ഉൾക്കൊള്ളും. ലാമ് എന്ന് പറയുമ്പോൾ ലാമ് പറഞ്ഞല്ലോ, ആ ലാമുൽ അംറും ലാമു ദുആ രണ്ടലക്കും വരും. അതാണ് പറയുന്നത്. ആദ്യത്തെ ലാമൽ അംരി, അമ്രിൻ്റെ ലാമിനെ ഉൾക്കൊള്ളും. കൽപ്പന എന്ന നിലക്ക് നോക്കാം നമുക്ക്. ലിയുൻഫിഖ് ദു സഅതിൻ മിൻ സഅതിഹി എന്നുള്ള പറഞ്ഞില്ലേ, അതല്ല ലിയുൻഫിഖ്, അവൻ ചെലവഴിക്കട്ടെ എന്ന് അവൻ കൽപ്പനാണ്. അതിൻ്റെ ഈ ആറാബ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? ലാമുൽ അംറ്. യുൻഫിഖ് ഫിയാൽ മുദാരി മജ്സൂമാണ്, ജസ്മ് ചെയ്ത ആമിൽ ലാമുൽ അംറാണ്. ദു എന്നത് ഫായിലാണ്, മർഫു ആണ്, റഫിൻ്റെ അലാമത്ത് വാവാണ്, കാരണം അസ്മാഉ സിത്തപ്പെട്ടാണല്ലോ. സഅത്ത് എന്നുള്ളത് മുദാഫ് ഇലൈഹി, മിൻ സഅതിഹി എന്നുള്ള ജാർ മജ്റൂർ, അതിൻ്റെ മുതഅല്ലഖ് യുൻഫിഖ് എന്ന് പറയും. പിന്നെ വലാമത് ദുആഇ, ദുആഇൻ്റെ ലാമിനെയും അത് ഉൾക്കൊള്ളും. നഹ്വ് ഇതുപോലെ ലിയഖ്ദി അലൈനാ റബ്ബുക്, ലിയഖ്ദി അലൈനാ റബ്ബുക്, നിൻ്റെ റബ്ബ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ. അത് ദുആ ചെയ്യാറ്, ദുആ ആണത്. അത് ദുആ ആണ്. അപ്പം അതിൻ്റെ ഈ അറാബ് പറയുമ്പോൾ എങ്ങനെയാ പറയുക? നമ്മൾ ലാമ് ലിയഖ്ദി എന്ന ലാമ് ദുആൻ്റെ ലാമാണ്. യഖ്ദി ഫീൽ മുദാരി മജ്സൂമാണ്. ജസ്മിൻ്റെ അലാമത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹദ്ഫ് ഹർഫിൽ ഇല്ലാണ്, അവിടെ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളഞ്ഞതാ യഖ്ദി. പിന്നെ അലൈനാൻ്റെ മുതഅല്ലഖ് യഖ്ദി, റബ്ബുക പിന്നെ ഫായിലാണ്, ക മുദാഫിലേഹി, അങ്ങനെ പറയാം. ഇനി രണ്ടാമത്തെ ലാ ബിൽ ലാമി അപ്പം പറഞ്ഞത് വലാ പറഞ്ഞല്ലോ. വലന്നാഹിയത്ത, അപ്പം ഇതേനെയും കൊള്ളു. ഈ തൊലബ് എന്ന് പറയും, ഈ തൊലബിൻ്റെ ലാം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കൊണ്ടു. ഇപ്പോൾ ലാമുൽ അംറ്, പിന്നെ ലാമുദ്ദുആ, പിന്നെ അടുത്ത വലന്നാഹിയത്ത, നാഹിയ വിരോധിക്കാൻ വേണ്ടിയുള്ളല്ല, ചെയ്യരുത് വേണ്ടി. മനസ്സിലായോ? നഹ്വ ഇതുപോലെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കണ്ടാ, ഇവിടെ സൂറത്തു ലുഖ്മാനിലെ 13-ാമത്തെ ആയത്തല്ലേ. എങ്ങനെ നമ്മൾ ഈ അറബ് പറയുക? ല ഹർഫ് നഹിയാണ്, വ ജസ്മിനാണ്, ജസ്മിൻ്റെ നഹിൻ്റെ ഹർഫാണ്. തുശ്രിക് എന്നുള്ള ഫിയാൽ മുബാരിയാണ്, മജ്സൂമാണ്. ജസ്മിൻ ചെയ്ത ആമിലി ലന്നാഹിയ, ഫായിലി ഏതാ? അൻത, ദമീർ മുസ്തത്തിർ, ലാ തുശ്രിക് ബില്ലാ, അതിൻ്റെ മുതഅല്ലഖ് തുശ്രിക്. പിന്നെ ലന്നാഹിയലും പിന്നെ ഏതാ? വലദ്ദുആഇ, വഹുവ യശ്മലു ലാമൽ അംരി ലാമദ്ദുആഇ, പിന്നെ വലന്നാഹിയത്ത, പിന്നെ സിഫത്ത വലന്നാഹിയത്ത, പിന്നെ വലദ്ദുആഇ അങ്ങനെ പറയും. അപ്പോൾ ദുആഇൻ്റെ ലാമിനെയും അത് ഉൾക്കൊണ്ടു. ഇതുപോലെ നഹ്വു റബ്ബനാ ലാ തുആഖിദ്നാ, അല്ലാഹുവേ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുതേ എന്നാ. അത് ദുആ ആണ്, ലാ തുആഖിദ്നാ, അല്ലാണ്ട് അള്ളാഹുവിനോട് എന്താ നമ്മൾ വിരോധിക്കല്ലോ. മനസ്സിലായോ? അങ്ങനെ പറ്റൂല. അപ്പോൾ ദുആ ആണ്, ലാ തുആഖിദ്നാ. അതവിടെ ബഖറയിലെ 286-ാമത്തെ ആയത്തിലുള്ളതാ. അതിൻ്റെ ഈ അറാബ് എങ്ങനെ പറയുക? നമ്മൾ ലാ ഹർഫ് ദുആൻ്റെ ഹർഫാണ്. പിന്നെ തുആഖിദ് ഫിഅൽ മുദാരി മജ്സൂമാണ്, ജസ്മ് ചെയ്ത ആമിൽ ലാ. തുആഖിദ്ന നസ്ബിൻ്റെ മഹല്ലാണ്, മഫ്ഊലുൻ ബിഹിയാണ്, അങ്ങനെ പറയാം നമ്മൾ. ഇനി വഹാദിഹിൽ അഹ്റുഫുൽ അർബഅതു, ഈ പറഞ്ഞ 4 ഹർഫുകളും വമാ ഖബ്ലഹ, അതിൻ്റെ മുമ്പുള്ളതും തജ്സിമു ഫിഅലൻ വാഹിദൻ കമാ മസൽനാ, നമ്മൾ തജ്സിം അത് ജസ്മ് ചെയ്യും ഫിഅലൻ വാഹിദൻ, ഒറ്റ ഫീലിന്, കമാ മസൽ നമ്മൾ ഉദാഹരിച്ചതുപോലെ. അപ്പോൾ 4 ലമ്മ, അതേപോലെ തന്നെ ലമ്മ, പിന്നെ ലാ 2 നിൽക്കുമ്പോൾ ദ്വാൻ്റെ ലാമ് 2 നിൽക്കും, ദ്വാൻ്റെയും അംറിൻ്റെയും, പിന്നെ ലാ അന്നാഹിയെയും ദ്വാൻ്റെ മാനാക്കുള്ളൂ. ഇങ്ങനെ വരും നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ മുമ്പുള്ളത് ഏതാ? മുമ്പുള്ളത് പറഞ്ഞാൽ തൊലബ്, അതാണ് പറഞ്ഞത്. അങ്ങനെ 5 ടോട്ടൽ. വമാ ഖബ്ലഹ പറഞ്ഞാൽ തൊലബ്. ബാറകല്ലാഹു ഫീക്കും. ബാഖി ബഅദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.